എല്ലാവർക്കും നമസ്തേ. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഈ മാധ്യമങ്ങൾക്കുള്ള ചൊറിച്ചിൽ അല്ലെങ്കിൽ ചൊരുക്ക് എന്താണെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം പ്രധാനമന്ത്രിയെ നിശ്ചിതമായി തന്നെ വളരെ മോശമായി എന്ന് തന്നെ പറയാം. അതെല്ലാവരും ഇല്ല, ചിലർ ഉണ്ട്. വളരെ ചുരുക്കം വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. അതായത് പ്രധാനമന്ത്രിയെ മോശമായി പറയുന്നത്, ചിത്രീകരിക്കുന്നതിൽ നിന്ന് വളരെ ചുരുക്കം ചിലർ മാത്രമാണ് വിട്ടു നിൽക്കുന്നത്. ബാക്കിയെല്ലാം ഏതൊക്കെ രീതി അധിക്ഷേപിക്കാമോ അതേ രീതിയിലാണ് അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതലും പ്രത്യേകിച്ചൊന്നും പറയല്ല, മിക്ക മാധ്യമപ്രവർത്തകരും നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമായി ചിന്തിക്കുന്നവരാണ്, തലയിൽ കമ്മ്യൂണിസം കയറിയിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പക്ഷപാതികളാണ്. അവരെപ്പോഴും പ്രധാനമന്ത്രിക്കും രാജ്യത്തിനുമെതിരെ മാത്രമേ എങ്ങനെ രാജ്യത്തിനെ അധിക്ഷേപിക്കുക എന്നുള്ള ഒരു അജണ്ടയുമായിട്ട് നടക്കുന്നവരാണ്. ഇതെന്തുകൊണ്ടാണ് ഇവർ ഇത്രമാത്രം കൂടുതൽ നിശിതമായി വിമർശിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അതിന് ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന CPM നേതാവിൻ്റെ, അയാൾ നേരത്തെ കൈരളിയുടെ MDO ഒക്കെ ആയിരുന്നു, അയാൾ മാധ്യമപ്രവർത്തകനായിരുന്നു. അയാൾ പറയുന്ന ഈ വാക്കുകൾ കേൾക്കുക. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ 5 തവണ മാധ്യമപ്രവർത്തകരുമായി സംവദിക്കും. എങ്ങനെയാണ് പ്രധാനമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ സാധാരണഗതിയിൽ പത്രപ്രവർത്തകരുമായിട്ടുള്ള സംഭാഷണങ്ങൾ, സംവാദങ്ങൾ എങ്ങനെയാണ് കരുപ്പിടിപ്പിക്കുന്നതെന്നുള്ള ഒരു ഏകദേശ ധാരണ തരാൻ വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കും. ഇപ്പൊ സങ്കല്പിക്കുക, ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി, അദ്ദേഹത്തിനോട് യാത്ര ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നത്, അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 20 or 25 പേരുടെ ഒരു മാധ്യമ സംഘത്തെ അദ്ദേഹം തിരഞ്ഞെടുക്കും. അതിൽ പല ഭാഷകളുണ്ടാവും. അവരൊന്നും ഗവൺമെന്റിനോട് അനുഭവമുള്ളവരായിരിക്കില്ല. ദേശീയ മാധ്യമങ്ങൾ, പ്രാദേശിക മാധ്യമങ്ങൾ, ഇങ്ങനൊരു കണക്കിലാണ്. ടെലിവിഷൻ മാധ്യമങ്ങൾ, അച്ചടി മാധ്യമങ്ങൾ, ഇങ്ങനൊരു കണക്കിൽ ഒരു 25-30 പേരെ അദ്ദേഹം ക്ഷണിക്കും. അവർ പ്രധാനമന്ത്രിയോടൊപ്പം, പ്രധാനമന്ത്രിയുടെ ഇപ്പോൾ പണ്ട് എയർ ഇന്ത്യയുടെ ഡബിൾ ഡെക്കർ വിമാനത്തിലാണ് പോകുന്നതെങ്കിൽ പ്രധാനമന്ത്രിയുടെ ആ ഫ്ലോറിൽ തന്നെയായിരിക്കും മാധ്യമപ്രവർത്തകർക്കുള്ള സ്ഥാനം. ഇനി പ്രധാനമന്ത്രി വിദേശത്തേക്ക് വിമാനം കയറുന്നതിന് മുമ്പ് എയർഫോഴ്സ് ടെക്നിക്കൽ ഏരിയയിൽ വെച്ച് പ്രധാനമന്ത്രിയെ അകമ്പടി സേവിക്കാത്ത ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർക്ക് അദ്ദേഹവുമായിട്ട് സംവദിക്കും. ഒരു റൗണ്ട്, നിങ്ങൾ എന്തിനാണ് പോകുന്നത്? അപ്പം മാധ്യമപ്രവർത്തകരെല്ലാം വന്ന് ടെക്നിക്കൽ ഏരിയയിൽ പ്രധാനമന്ത്രിയെ യാത്ര അയക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കും. ഇത് കഴിഞ്ഞ് പ്രധാനമന്ത്രി വിമാനത്തിൽ കയറി വിമാനം പുറപ്പെട്ടു കഴിയുമ്പോൾ ഓൺ എയർ യാത്രാ മധ്യേ അദ്ദേഹത്തോടൊപ്പം വരുന്ന ആ മാധ്യമ സംഘവുമായിട്ട് അദ്ദേഹം സംവദിക്കും. എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറയും. അത് കഴിഞ്ഞ് അവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ ഏത് രാജ്യത്താണോ പോകുന്നത് ആ രാജ്യത്തിന്റെ തലവൻ അല്ലെങ്കിൽ സർക്കാരിന്റെ തലവൻ അവരുമായിട്ടൊരു സംയുക്ത വാർത്താ സമ്മേളനം നടത്തും. ആ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇരുപക്ഷത്തുള്ള മാധ്യമ പ്രവർത്തകർ അണിനിരക്കും. ഇരുപക്ഷത്തുള്ള നേതൃത്വത്തോട് അവർക്ക് സംവദിക്കാം. അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി തിരിച്ചു വരുമ്പോൾ മടക്കത്തിൽ വിമാനത്തിന്റെ ഉള്ളിൽ വെച്ച് അകമ്പടി സേവിക്കുന്ന മാധ്യമ പ്രവർത്തകരുമായി വീണ്ടും സംവദിക്കും. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ പത്രസമ്മേളനം നടത്തും. തിരിച്ച് പ്രധാനമന്ത്രി ഡൽഹിയിൽ വിമാനം ഇറങ്ങുമ്പോൾ ഈ ടെക്നിക്കൽ ഏരിയയിൽ വെച്ച് ഡൽഹിയിലുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും. നോക്കുക, ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ 5 തവണ മാധ്യമ പ്രവർത്തകരുമായി സംവദിക്കും. ആ 5 സംവാദത്തിലൂടെ ഏത് രാജ്യത്തേക്കാണോ പോയത് ആ രാജ്യവുമായിട്ടുള്ള കരാറുകളുടെ വിശദാംശങ്ങളെല്ലാം, സന്ദേഹങ്ങൾ, സംശയങ്ങളെല്ലാം അവിടെ അനാവരണം ചെയ്യപ്പെടും. എന്നാൽ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്ന ശേഷം ഈ ഒരു കീഴ്വഴക്കം വേണ്ട എന്ന് വെച്ചു. അയാളുടെ വാക്കുകൾ കേട്ടല്ലോ, അതിൽ നിന്ന് എന്തു മനസ്സിലായി? അതായത് ഇതിനു മുമ്പ് നരേന്ദ്രമോദിക്ക് മുമ്പുള്ള ഏതൊരു പ്രധാനമന്ത്രിയും വിദേശത്ത് പോകുമ്പോൾ ഈ പാഴുകളെ, മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞു നടക്കുന്ന കുറേ പാഴ് ജന്മങ്ങളെ ഈ രാജ്യത്തിനെതിരായിട്ടും ഈ BJPക്കെതിരായിട്ടും കുരച്ചുകൊണ്ടിരിക്കുന്നവന്മാർ എല്ലാത്തിനെയും ആ വിമാനത്തെ കയറ്റി ഇതിനു മുമ്പുള്ള പ്രധാനമന്ത്രിമാർ
അവർ പോകുന്നിടത്തെല്ലാം എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഈ അലനതുങ്ങളെ കൊണ്ടുപോയി സർക്കാരിൻ്റെ ചെലവിൽ ഊട്ടി ഉറക്കി രാജ്യങ്ങളും കാണിച്ച് വിദേശ രാജ്യത്തിൻ്റെ തലവന്മാരെ പരിചയപ്പെടുത്തി തിരിച്ചിവിടെ കൊണ്ടുവന്ന് ഡൽഹിയിൽ ഇറക്കി വിടുന്ന പതിവായിരുന്നു ഇതിനു മുമ്പുണ്ടായിരുന്നത്. അത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതോടുകൂടി നിലച്ചു. ചക്കാത്തിന് മുന്തിയ വിഭവങ്ങൾ തിന്നാനും ചക്കാത്തിന് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനും പറ്റുമെങ്കിൽ അവിടുന്ന് വല്ലതൊക്കെ ഈ വിലപിടിപ്പുള്ളതൊക്കെ വാങ്ങിക്കൊണ്ട് വരാനും അല്ലെങ്കിൽ ആരിൽ സമ്മാനമായിട്ട് കൊടുക്കുന്നത് കൊണ്ടുവരാനും ഒക്കെയുള്ള അവസരങ്ങൾ ഈ വിദ്വാൻമാർക്കൊക്കെ നഷ്ടപ്പെട്ടതോടുകൂടിയാണ് ഇവരെല്ലാം നരേന്ദ്രമോദിയെ കൂടുതൽ നിശിതമായി വിമർശിക്കാൻ തുടങ്ങിയത്. ഇത് അവർക്ക് ഇത്ര നാൾ സംഭവിച്ചുകൊണ്ട് ഇത് സ്ഥിരം കുറേ കക്ഷികൾ കാണും. കുറേ കുറ്റികൾ പ്രധാനമന്ത്രിമാരുടെ കൂടെ വിദേശത്ത് പോകുന്ന സ്ഥിരം കുറേ കുറ്റികൾ എന്നും ഉണ്ടായിരിക്കും. അവർക്കാണ് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. പിന്നെ മേലാളന്മാർക്കും ചിലപ്പോൾ ഇങ്ങനെ പോകുന്ന വിദ്വാൻമാരെന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ പ്രധാനമന്ത്രി ഇങ്ങനെ ചീത്ത വിളിക്കാൻ ഇങ്ങനെ അവർക്ക് അനുവാദം കൊടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും മുതലാളിമാർ നിയന്ത്രിക്കേണ്ടായിരുന്നു. അത് ശരിയല്ല. നമ്മുടെ പത്രത്തിൻ്റെ ഒരു നിഷ്പക്ഷതയെ ജനങ്ങൾ സംശയിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത്രമാത്രം അങ്ങ് വിമർശിക്കരുത്, രാഷ്ട്രീയ വിമർശനം നടത്തിക്കോ എന്ന് പറഞ്ഞ് ഈ അലന്ന കൂട്ടങ്ങളെ ഒന്ന് നിയന്ത്രിക്കാൻ പോലും പത്ര മുതലാളിമാർ ശ്രമിക്കാത്തതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവന്മാരൊക്കെ ഇങ്ങനെ പോയച്ചു വന്നു കഴിയുമ്പം എന്തെങ്കിലുമൊക്കെ ഈ നക്കാപ്പിച്ച പോലെ എന്തെങ്കിലും സമ്മാനം കൊണ്ട് കൊടുക്കാതിരിക്കുകയില്ല. അതായിരിക്കും ഇവനൊക്കെ ഈ ഇത്രമാത്രം ചൊരുക്കൊണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. എന്തിനാണ് ഇവനെയൊക്കെ ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നത്? പ്രധാനമന്ത്രി വിദേശത്ത് പോകുന്ന വാർത്ത നമ്മൾക്കറിയണമെന്നുണ്ടെങ്കിൽ സർക്കാർ വാർത്ത തരും, അല്ലെ അവിടെയുള്ള വാർത്താ ഏജൻസികൾ. മിക്ക രാജ്യങ്ങളിലും പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ലേഖകന്മാരുണ്ട്. അവരവിടെ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യും. നമുക്ക് ഇന്ത്യക്കാർക്ക് വിവരങ്ങൾ മൊത്തം അറിയാം, അത് മതിയല്ലോ. ഇവിടുന്ന് ഇന്ത്യയിലെ വിവരങ്ങൾ നമ്മുടെ ഇന്ത്യയിലുള്ള മാധ്യമ പ്രവർത്തകർ, വാർത്താലേഖകർ പത്രങ്ങളിലാണെങ്കിലും ദൃശ്യമാധ്യമത്തിൽ കൂടെ ജനങ്ങളുടെ മുന്നിലെത്തിക്കും. പിന്നെ എന്തിനാ ഈ കുറേ അലന്നതുങ്ങളെ കൂടെ കൊണ്ടു നടന്ന് കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് ചിലവഴിച്ച് തീറ്റിപ്പോറ്റുന്നത്? അത് വേണ്ടെന്ന് പ്രധാനമന്ത്രി തീരുമാനിച്ചു, നരേന്ദ്രമോദി തീരുമാനിച്ചു. അതെങ്ങനെ ഈ കൂട്ടങ്ങൾക്ക് ദഹിക്കും? എങ്ങനെ അവർ സഹിക്കും? ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഇവരെന്തോ വിചാരിച്ചിരിക്കുന്നത്, ഇവർക്ക് ഈ പ്രധാനമന്ത്രിയെക്കാട്ടിലല്ലേ രാഷ്ട്രപതിയെക്കാട്ടിലൊക്കെ അങ്ങ് ഉയരത്തിലാണ് ഇവരെന്നാണ് ഇവരുടെയൊക്കെ ചിന്ത. സ്വയം ധരിച്ചു വച്ചിരിക്കുന്നതാണ്. മാധ്യമപ്രവർത്തകനായതുകൊണ്ട് ഞാൻ എല്ലാത്തിനും മേലെയാണ്, നിയമത്തിന് പോലും അതീതരാണെന്നാണ് മിക്ക മാധ്യമപ്രവർത്തകരും ചിന്തിച്ചിരിക്കുന്നത്. ഞാനും 10-18 വർഷം ഒരു പത്രത്തിൻ്റെ ലേഖകനായിട്ട് പ്രവർത്തിച്ചതിനായതുകൊണ്ട് എനിക്ക് ഒരു മാധ്യമപ്രവർത്തകന് സർക്കാർ അല്ലെ ഈ അധികാരികളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഒരു പരിഗണന എനിക്ക് വ്യക്തമായിട്ടറിയാം. ഞാൻ ഇക്കാര്യം ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം 10-18 വർഷം പന്തളത്ത് ഒരു പത്ര റിപ്പോർട്ടറായിട്ട് പ്രവർത്തിച്ച ആളാണ്. ജന്മഭൂമിയുടെ റിപ്പോർട്ടറായിരുന്നു ദീർഘകാലം. മറ്റ് ചില പത്രങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പന്തളം പ്രസ് ക്ലബിലെ അംഗവും അതിൻ്റെ പ്രസിഡൻറ്റ്, സെക്രട്ടറി ഉൾപ്പെടെ വൈസ് പ്രസിഡൻ്റായാലും ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടായാലും നിരവധി നാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനകത്ത് അംഗമായിട്ട് തന്നെ വളരെയേറെ കാലം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് ഞാനങ്ങനെ ഈ മാധ്യമപ്രവർത്തകൻ അല്ലെ പത്ര റിപ്പോർട്ടർ എന്ന് പറയുന്ന പ്രിവിലേജ് ധനസമ്പാദനത്തിനായി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അത് മറ്റൊരു കാര്യം.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് പലരും ഇത് ദുരുപയോഗം ചെയ്യാറുണ്ട് എന്നുള്ളത് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ പ്രധാനമന്ത്രിയുടെ കൂടെ പോകുന്ന വിദ്വാൻമാരുടെ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇത്ര ആധികാരികമായി പറയാൻ കാരണം. അതായത് ഒരു മാധ്യമപ്രവർത്തകന് അധികാരികളുടെ സ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന ആ പ്രത്യേക പരിഗണന എന്തെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ പറയാമല്ലോ, എനിക്ക് എൻ്റെ വീട് പുതുക്കി പണിയുന്ന സമയത്ത് എനിക്ക് ബിൽഡിംഗ് പെർമിറ്റ് വേണം. സാധാരണ ഒരു സാധാരണക്കാരൻ ബിൽഡിംഗ് പെർമിറ്റിന് പോയാൽ നിരവധി നൂലാമാലകളാണ് നടക്കുന്നത്. ദിവസങ്ങളോളം അവരോട് പറയും, ഇന്ന് നാളെ വാ, ഞങ്ങളത് പരിശോധിക്കട്ടെ, നാളെ വാ, മറ്റന്നാൾ വരാം എന്നും പറഞ്ഞ് അവരെ നെട്ടോട്ട് ഓടിക്കുന്ന ഇത് കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ എൻ്റെ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി ചെന്നപ്പോൾ ഈ ഡ്രോയിങ്ങെല്ലാം ആ പ്ലാനുമെല്ലാം കൊടുത്ത് അന്നേരം തന്നെ എനിക്ക് ഒപ്പിട്ട് തന്നു, പെർമിഷൻ തന്നു. ഞാൻ അന്നേരം ചോദിച്ചിട്ടുണ്ട്, ഇത് പൊതുജനങ്ങൾക്കും ഇങ്ങനെ തന്നെ ചെയ്യാമല്ലോ, ഞാനൊരു മാധ്യമപ്രവർത്തകനായതുകൊണ്ടല്ലേ നിങ്ങൾ ഇത്ര പെട്ടെന്ന് നിങ്ങളിത് ചെയ്തു തന്നത്, ഇത് പൊതുജനങ്ങൾക്കും ആകാമല്ലോ എന്ന് പറഞ്ഞപ്പം ആ ഉദ്യോഗസ്ഥ അന്ന് നഗരസഭയായിരുന്നില്ല, പഞ്ചായത്തായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്, നിങ്ങളൊക്കെ പത്രക്കാരല്ലേ, നിങ്ങൾ വരുമ്പോൾ ഇത് പെട്ടെന്ന് ചെയ്തു തന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ ഞങ്ങൾക്കെതിരായിട്ട് നിങ്ങൾ പത്രത്തിൽ വാർത്ത എഴുതുമല്ലോ, എന്തിനാ ഞങ്ങൾ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഇത് തന്നെ നിങ്ങൾ ഒരു സാധാരണ പൗരനും ചെയ്തു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഞങ്ങളോട് മാത്രം ഈ പ്രത്യേക തരത്തിലുള്ള ഈ പരിഗണന കാണിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലയിടത്തും എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. സർക്കാർ സേവനങ്ങളുടെ കാര്യമായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ഇതേപോലെ ചെയ്തു തരുന്നതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രം ഞാൻ അന്നേരം ഈ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന ആ ഒരു രീതിയിൽ എനിക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ല, അവർ ഇങ്ങോട്ട് ചെയ്തു അല്ലാതുള്ള സാമ്പത്തികമായി തന്നെ പലരും ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് നന്നായി അറിയാം. ഇങ്ങനെയൊക്കെയുള്ള ആ അവസരങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെ രാജ്യത്തെ ഈ മാധ്യമപ്രവർത്തകർക്ക് എങ്ങനെ സഹിക്കും? ആ കലിപ്പ് തീർക്കാനാണ് ഇവർ പ്രധാനമന്ത്രിക്ക് നേരെ കൊര ശക്തമാക്കിയിരിക്കുന്നത്. അത് നമ്മളൊരു പഴഞ്ചൊല്ലുണ്ട്, ഈ ചന്ദ്രനെ നോക്കി പൂർണ്ണേന്ദ്രനെ നോക്കി ഈ കൂത്തിപ്പട്ടികൾ കുരയ്ക്കുന്ന ഒരിടുന്ന് കേൾക്കാറുണ്ട്. അത് എന്ന് പറഞ്ഞിട്ട് പൂർണ്ണേന്ദ്രൻ്റെ ശോഭ കടത്തില്ലല്ലോ. ആ അവസ്ഥയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരൊക്കെ എത്രമാത്രം കിടന്ന് കുരച്ചാലും ഇവനെ ഒന്നും കൊണ്ട് പ്രധാനമന്ത്രി ലോകം ചുറ്റാൻ പോകത്തില്ല എന്നുള്ള കാര്യം ബ്രിട്ടാസെ നിങ്ങളും മനസ്സിലാക്കുക. നിങ്ങൾ എത്ര കുരച്ചാലും നിങ്ങൾ എം പി സ്ഥാനം കാലാവധി കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ പഴയ ലാവണത്തിലേക്ക് പോകും. നിങ്ങളൊന്നും ഒട്ടും പ്രതീക്ഷിക്കേണ്ട. നരേന്ദ്രമോദി നിങ്ങളെയൊക്കെ എഴുന്നള്ളിച്ച് നടന്ന് ലോകം മൊത്തവും കാണിച്ചു തന്ന് നിങ്ങൾക്ക് സുഖിപ്പിക്കും എന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. അതാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ചങ്കൂറ്റവും ആണത്വവുമുള്ള പ്രധാനമന്ത്രി. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ സഹായിക്കുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും അമർത്തി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ അതും കമൻറ്റ് ചെയ്യുക.